അപ്പൊ ബുധദശ 17 വർഷമുണ്ട്. ഈ ബുധനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞരമ്പിന്റെ കാരകത്വം ഉണ്ട്. അതേപോലെ നമ്മുടെ ബുദ്ധിയെ നന്നായിട്ട് പ്രചോദിതമായ ബുദ്ധി, വേണ്ടപ്പോ തോന്നുന്ന ബുദ്ധിയാണ് ബുധൻ തരുന്നത്. അപ്പൊ 17 വർഷത്തിൽ നമുക്ക് ആദ്യം ഈ വയസ്സുകാലത്ത്, അതായത് പ്രായം കൂടിയിട്ട് ഒരു 70 വയസ്സിനിടയിൽ ആ സമയത്തൊക്കെ നമുക്ക് ബുധൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ കുറവാണ് വരുന്നത്. അവർക്ക് ഓർമ്മ നന്നായിട്ട് കിട്ടുന്നില്ല, പെട്ടെന്ന് ഓർമ്മയില്ലാതെ വീഴുന്നു എന്നൊക്കെ പറയുന്ന രോഗങ്ങളെ ഉണ്ടാക്കും. പക്ഷെ ചെറിയൊരു കാലഘട്ടത്തിലാണ് നമുക്ക് ബുധദശ വരുന്നതെന്ന് ഇങ്ങനത്തെയല്ല. പക്ഷെ നമുക്ക് നല്ല അറിവിനെ തരും, പക്ഷെ രോഗങ്ങൾ ഉണ്ടാക്കും. ഭയങ്കര പാവം ഗ്രഹമാണ് ബുധൻ. ഈ പാവത്തിനെയാണ് കൂടുതൽ പേടിക്കേണ്ടത്. നമുക്ക് മറഞ്ഞിരിക്കുന്ന പല രോഗങ്ങളും നമ്മളിൽ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഈ അഷ്ടമത്തിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂർമ്മ ബുദ്ധി, അത് വേണ്ടാത്ത ബുദ്ധിയാണത്. അതായത് കൂർമ്മ ബുദ്ധി ഉണ്ട്, നമുക്ക് വേണ്ട ബുദ്ധികളല്ലാതെ ഇങ്ങനെ എന്താ പറയാ, കൂർമ്മ ഇതായിട്ടുള്ള ബുദ്ധികൾ എന്ന് പറയില്ലേ, വേണ്ടാത്ത കുറെ കഷ്ടതകളും നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിയൊക്കെ നമുക്ക് വരും. അപ്പൊ അത് വളരെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ 17 കൊല്ലത്തില് 2.5 വർഷമാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സൂക്ഷിക്കേണ്ടത്. പിന്നെ ഇതിലെ സ്കിന്നിലെ രോഗം വരുത്തും, ഞരമ്പിന് രക്തം പ്രോട്ടാവും, അങ്ങനെയുള്ള പലതരം കാര്യങ്ങളും ഇതിൽ വരുന്നതാണ്. ഈ ഒരു സമയത്ത്, അതായത് ബുധദശ എന്ന് പറയുമ്പോൾ പാവാണ്, ബുധൻ എന്ന് പറയുമ്പോൾ നല്ലതാണ് എന്നൊന്നും ചിന്തിക്കേണ്ട. ബുധദശയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരിക. അപ്പൊ രാഹുവിനും ശനിയും അതിനേക്കാളൊക്കെ കൂടുതൽ ബുധൻ നമുക്ക് ദോഷങ്ങൾ ധാരാളം ഉണ്ടാക്കി തരും. അപ്പൊ അതുകൊണ്ട് തന്നെ ബുധദശയിലെ ഗണപതിക്കാണ് നമ്മൾ മുട്ടിറക്കുക, ഗണപതിക്ക് കറുകമാല ഹോമിക്കുക, അതൊക്കെ ചെയ്യണം. അത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പല കാര്യങ്ങൾക്കും നമ്മൾ മുന്നോട്ട് ഇറങ്ങിയാലും പകുതി എത്തുമ്പോൾ അത് നിന്ന് പോകും, അവിടെ നിന്ന് പോകും. പിന്നെ അത് തുടങ്ങാനേ നമുക്ക് സാധിക്കില്ല.